കാനത്തിന്റെ പകരക്കാരനെ നിശ്ചയിച്ചതിനെ ചൊല്ലി CPI സംസ്ഥാന ഘടകത്തിൽ ഭിന്നത രൂക്ഷം. തിടുക്കത്തിൽ ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കിയതിനെ വിമർശിച്ച KE ഇസ്മയിലിന് മറുപടിയുമായി പാർട്ടി ദേശീയ കൌൺസിൽ അംഗവും മന്ത്രിയുമായ P. പ്രസാദ് രംഗത്തെത്തി. പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനമെടുക്കുന്നതിന് നേരവും കുറിപ്പടിയും നോക്കേണ്ടതില്ല എന്നായിരുന്നു പ്രസാദിന്റെ തിരിച്ചടി. കാനത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ കോട്ടയത്ത് ചേർന്ന CPI എക്സിക്യൂട്ടീവ് യോഗമാണ് ബിനോയ് വിശ്വത്തിന് സെക്രട്ടറിയുടെ ചുമതല നൽകിയത്. തിടുക്കത്തിലുള്ള ഈ തീരുമാനത്തിൽ പാർട്ടി നേതൃത്വത്തിൽ തന്നെ എതിർപ്പുണ്ട്. ആ എതിർപ്പ് പുറത്തെത്തിക്കുകയാണ് പരസ്യ പ്രതികരണത്തിലൂടെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ നേതൃഘടകങ്ങളിലൊന്നും അംഗമല്ലാത്ത ഇസ്മായിലിന് പുതിയ നേതൃത്വം അതേ നാണയത്തിൽ തിരിച്ചടി നൽകുകയാണ്. അല്ല, ഒരു പാർട്ടി സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനിക്കുന്നതിന് അതിന് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഒരു നേരം കുറിപ്പടി എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. സഖാവ് KE ഇസ്മായിലിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ഈ പറഞ്ഞ തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള അസ്വാരസ്യവും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാണ്ടാണ് സഖാവ് ബിനോയ് വിശ്വത്തിനെ ആ ചുമതലയിലേക്ക് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. താൽക്കാലിക സെക്രട്ടറി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി ഭിന്നത രൂക്ഷമായതോടെ 28-ന് ചേരുന്ന സംസ്ഥാന കൌൺസിൽ യോഗം നിർണായകമായി. ഈ യോഗമാണ് ബിനോയ് വിശ്വത്തെ സ്ഥിരം സെക്രട്ടറിയാക്കുന്ന കാര്യം പരിഗണിക്കേണ്ടത്. സെക്രട്ടറി സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തിനെതിരെ പുതിയ പേരുകൾ ഉയർന്നുവരാൻ സാധ്യതയുണ്ട്. സംഘടനാ തലത്തിൽ ഏറ്റവും സീനിയോറിറ്റിയുള്ള K. പ്രകാശ് ബാബു അടക്കമുള്ളവരെ തഴഞ്ഞാണ് കാനത്തിന്റെ അവധിക്കത്ത് ആയുധമാക്കി ബിനോയിയെ താൽക്കാലിക സെക്രട്ടറിയായി നിശ്ചയിച്ചത്. ഭുവനേശ്വറിൽ നടന്നുവരുന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലും കേരള വിഷയങ്ങൾ അജണ്ടയിലുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.